ഞാൻ ഓട്ടോ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് ചില വാർത്തകൾ വരുന്നു. അതിലൊന്ന് കോതമംഗലത്ത് തട്ടേക്കാട് ഒരു മ്ലാവ് റോഡിന് കുറുകെ ചാടി. പെട്ടെന്ന് ഈ ബൈക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടില്ലേ? ആൾക്കാരെടുത്ത് ചാടുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്ത ഒരു ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കുട്ടമ്പുഴ സ്വദേശിയായ വിജിലാണ് മരിച്ചത്. മൃതദേഹം ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോയിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് തേടി വരാം. ഇന്നലെ സംഭവിച്ചത് രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഓട്ടോറിക്ഷയ്ക്ക് വട്ടം ബ്ലാവ് ചാടിയതാണ്. ബ്ലാവ് വണ്ടി മറിയുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട്. ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ബ്ലാവ് വട്ടം ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ ഇരു സൈഡിലും ഈ മുള്ളുവേലി എന്തെങ്കിലും വലിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പലതവണ. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് കെ ശശി. മോർണിംഗ്. രാവിലെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. കോതമംഗലത്ത് മ്ലാവ് കുറുകി ചാടിയതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ഈ വിജിൽ മരിച്ച വാർത്തയാണ്. എപ്പോഴായിരുന്നു സംഭവം? ഈ ബാക്കിയുള്ള 3 പേരുടെ നില ഗുരുതരമാണോ ശരത്തെ? അരുൺകുമാർ, ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. കോതമംഗലത്ത് ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. മാമലക്കണ്ടത്ത് നിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോഴാണ് രാത്രി കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ അപകടം ഉണ്ടായത്. മാമലക്കണ്ടം സ്വദേശിയായ വിജിൽ നാരായണനാണ് ഈ മ്ലാവ് ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഓട്ടോയിൽ ഉണ്ടായിരുന്ന 3 പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പരിക്കുകൾ നിസാരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരാള് ഈ എളംപ്ലാശ്ശേരിയിൽ നിന്ന് ഒരാളുടെ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഇയാളുമായി കോതമംഗലത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് ഓട്ടോറിക്ഷയിൽ ഈ മ്ലാവ് വന്ന് ഇടിക്കുന്നത്. തൊട്ടു പിന്നാലെ വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിലായിരുന്നു ഈ ഡ്രൈവറായ വിജിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ വനംവകുപ്പിലെ ജീവനക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് ഇയാളെ ആദ്യം കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ പിന്നീട് അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നാട്ടുകാർ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്തിനും മ്ലാവ് കുറുകെ ചാടിയതിനെ തുടർന്നാണ് ഓട്ടോ നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു. വിജിലാണ് മരിച്ചത്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.